രാവിലെ തന്നെ ഇവളുടെ അലമുറയിട്ട കരച്ചിൽ കേട്ട് കൂടിനടുത്തേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത്. എന്താണ് സംഭവിച്ചതെന്ന് ഒരു പിടുത്തവും ഇല്ല. തൻ്റെ ഇണയ്ക്ക്, തൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛന് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങളെ അറിയിക്കാനുള്ള തലതല്ലി കരച്ചിൽ തന്നെയായിരുന്നില്ലേ അത്. പക്ഷേ എന്ത് ചെയ്യാനാ, ഇനി അവനെ രക്ഷിക്കാൻ ഞങ്ങൾക്കും കഴിയില്ലടി. ഒരുപാട് കിളികളുണ്ടായിരുന്ന ഞങ്ങൾ പുതിയ താമസ സ്ഥലത്തേക്ക് വരുമ്പോൾ പാമ്പ് അതുപോലുള്ള ജീവികളെയൊക്കെ പേടിച്ച് എല്ലാ കിളികളെയും കൊടുത്തൊഴിവാക്കി ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ജോഡിയെ ഇവിടെ നിലനിർത്തിയതാണ്. അതിൽ നിന്ന് ഒരു ആൺകിളിയാണ് ആ താഴെ കിടക്കുന്നത്. ആ പെൺകിളി ശരിക്കും അവളുടെ സങ്കടം ഞങ്ങളെ അറിയിക്കുന്നുണ്ട്. വീഡിയോയിലൂടെ നിങ്ങൾക്കും മനസ്സിലാവുന്നുണ്ടാവും. ഇനി ഇവൾക്ക് എങ്ങനെയാണ് ഒരു ആശ്വാസം പകരാനാവുക എന്നത് ഞങ്ങളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. കാരണം പുറത്തുനിന്ന് പുതിയ ഒരു ആൺകിളിയെ കൊണ്ടുവന്നാൽ കലത്തിനുള്ളിലുള്ള കുഞ്ഞുങ്ങളെ പുതുതായി വരുന്ന കിളി കൊത്തിക്കൊല്ലാൻ സാധ്യതയുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ഇവൾ എന്തായാലും തയ്യാറാകുമല്ലോ. പിന്നെ ഇപ്പോൾ ഈ വിഷമം തീർന്നാലേ അവൾക്ക് ആ കുഞ്ഞുങ്ങളുടെ മുഖവും സ്പർശനമൊക്കെ കിട്ടുമ്പോൾ അവൾ ഓക്കെ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അതല്ല, ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലാതെ ഈ കൂട്ടിൽ ഓടിക്കളിച്ച് നടന്ന അവന് എന്ത് പറ്റിയെന്നാണ് എനിക്ക് തിരിയാത്തത്. ഞാനെന്തായാലും മെന്നുക്കുട്ടിയോട് അവനെ പുറത്തെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഏത് രീതിയിലാണ് ഇവന് അപകടം സംഭവിച്ചത് എന്ന് അറിയണമല്ലോ. സാധാരണ ഒരാളുടെ നിഴൽ കണ്ടാൽ തന്നെ ഓടി മറയുന്നവളാണ് ഇപ്പോൾ എന്നുകുട്ടി കൈയിട്ടപ്പോഴാണ് മാറിയത്. വേറെ ജീവികളൊന്നും ആക്രമിച്ച പാടുകളോ അല്ലെ മുറിവുകളോ അവൻ്റെ ദേഹത്ത് കാണാനില്ല. പക്ഷേ കടിച്ചാൽ വേദനിക്കുന്ന നല്ല നെയ്യുറമ്പ് അവളുടെ ദേഹത്തൊക്കെ കാണാനുണ്ടെന്ന് മാത്രമല്ല, അവളുടെ മാംസങ്ങളൊക്കെ കുറച്ചൊക്കെ തിന്നിട്ടുമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നതിൽ ഉറുമ്പിനെ അങ്ങനെ പൂർണ്ണ ആരോഗ്യമുള്ള ഒരു വലിയ കിളിയെ കടിച്ച് കൊല്ലാനൊന്നും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നുകിൽ പാമ്പ്, പല്ലി, എലി, പെരിച്ചാഴി അങ്ങനെയുള്ള ജീവികളൊക്കെ വന്ന് ഇവയെ ആക്രമിച്ചാലേ അവരുടെ ആരോഗ്യം ഇല്ലാണ്ട് കിടക്കുമ്പോൾ വന്ന് അങ്ങനെയാണെങ്കിൽ ഉറുമ്പിന് കൊല്ലാൻ കഴിയും. ഇതിപ്പോൾ അങ്ങനെയുള്ള ജീവികൾ ആക്രമിച്ച പാടുകളോ അല്ലെങ്കിൽ അതുപോലുള്ള സൂചനകളോ ഒന്നും ഇവളുടെ ദേഹം പരിശോധിച്ചപ്പോൾ കാണാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ മനുഷ്യന്മാരിലേക്ക് വരുന്നത് പോലെ സൈലൻ്റ് അറ്റാക്ക് പോലുള്ള എന്തെങ്കിലും വന്ന് ആരോഗ്യമില്ലാണ്ട് കിടക്കുമ്പോൾ ഉറുമ്പ് വന്ന് ഭക്ഷിക്കാൻ തുടങ്ങിയതാണോ എന്നും അറിയില്ല. ഇനി ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവനിക്ക് എന്ത് സംഭവിച്ചതാണ് എന്നതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ധാരണയുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കണം. കാരണം ഈ കിളിയെ കൂടാതെ ഇതിൻ്റെ ഇണയും അതിൻ്റെ കുഞ്ഞുങ്ങളും വേറെ ഒരു ജോഡി കിളിയും അതിൻ്റെ കുഞ്ഞുങ്ങളും ആ കൂടിലെ 2 കള്ളികളിലായി ഇപ്പോഴും ബാക്കിയുണ്ട്. നമുക്ക് അവരെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കാമല്ലോ.